പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സമസ്ത വാർഷിക പരീക്ഷ 1-ാം ക്ലാസ് തഫ്ഹീമുൽ തിലാവ എഴുത്ത് വായന പരീക്ഷ അൽഹംദുലില്ലാ ഇന്ന് അവസാനിച്ചു. ഒരുപാട് ദിവസമായി നമ്മൾ കുട്ടികളെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാകും വളരെ എളുപ്പമായിരുന്നു ഉമ്മ, നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഉപകാരപ്പെട്ടു. അതിൽ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ ഏകദേശം വേർഡുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം മോഡലായിട്ട് നമുക്ക് ചെയ്തു തന്ന വീഡിയോകളൊക്കെ ഉപകാരപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ചോദ്യപേപ്പർ നോക്കുമ്പോൾ എനിക്കും മനസ്സിലാകുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ചോദ്യം എന്നറിയാനുള്ള ഒരു ത്വര രക്ഷിതാക്കളായ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അത് പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു തിരക്കിനിടയിലും നിങ്ങളെ പരിഗണിച്ച് നിങ്ങളിലേക്ക് ഈ ഒരു ചോദ്യപേപ്പറിൻ്റെ മാതൃക എത്തിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, തഫ്ഹീമുൽ തിലാവയുടെ വായന പരീക്ഷ 1-ാമത്തെ ചോദ്യം വന്നിരുന്നത് അക്ഷരങ്ങൾ വായിക്കാം എന്ന ചോദ്യമാണ്. ഓയിന് ലോദ് നമ്മൾ പരിചയപ്പെടുത്തിയ വീഡിയോയിൽ അതുണ്ടായിരുന്നു. പഠിച്ചവർക്ക് മുഴുവൻ മാർക്കും ഉറപ്പാണ്. പിന്നെ ചേർത്ത് വായിക്കാം എന്ന ഒരു ചോദ്യം ഇന്നലെ നമ്മൾ പരിചയപ്പെടുത്തിയ വീഡിയോയിൽ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞതാണ്. അതിൽ നിങ്ങൾക്ക് കാണാം സ്വഹിനുൻ, അതുപോലെ തന്നെ ബഹ്സൻ, അതുപോലെ തന്നെ ലഹ്ലിൻ. അപ്പോൾ ഇതുപോലെ ചേർത്ത് വായിക്കാനാണ്. കുട്ടികൾ വായിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അപ്പുറത്ത് നഹ്ലിൻ, അതുപോലെ തന്നെ അഹ്ദ, അതുപോലെ തന്നെ ബുഹ്ലുൻ എന്നിങ്ങനെ 3 വേർഡുകളാണ് 2 പദസൂര്യനിലും നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കത് കാണാൻ കഴിയും. കുട്ടികളൊക്കെ എന്താണ് പറയുന്നത്, അവരൊക്കെ വായിച്ചു കൊടുത്തു എന്ന് തന്നെയല്ലേ പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ബോർഡിൽ നോക്കി വായിക്കാനുള്ളതുണ്ട്. അതിൽ ഖാത്തമുൻ, മിളല്ലത്തുൻ, ഫഖീറുൻ, നുദൂറുൻ, അതുപോലെ തന്നെ മുബരിഹൻ, മുഅജ്ജലുൻ എന്നിങ്ങനെ ചോദ്യങ്ങളാണ്. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എല്ലാ വീഡിയോയിലും പറയുന്നത് പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് 4 ചിത്രങ്ങൾ കാണാം. അതിൻ്റെ പേരപ്പുറത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൽ 1-ാമത്തത് പൂട്ടാണ്. പിന്നെ കണ്ണിൻ്റെ ചിത്രവും കാളയുടേതും മാനിൻ്റേതുമാണ്. ഓലക്കുൻ എന്നത് പൂട്ടും, സൗറുൻ കാളയും, ഐനുൻ കണ്ണും, ലബിയുൻ മാനും. ഇങ്ങനെ പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിച്ചാൽ മതി. കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. ഇതെല്ലാം നമ്മൾ പറഞ്ഞ ആ ചോദ്യപേപ്പറിൽ കൃത്യമായി വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനി നമുക്ക് തഫ്ഹീമുൽ തിലാവയുടെ എഴുത്ത് പരീക്ഷയിലേക്ക് കടക്കാം. ഇതായിരുന്നു മെയിൻ ഭാഗമായി വന്നത്. ഇനി എഴുത്ത് പരീക്ഷ നോക്കാം. അതിൽ 1-ാമത്തത് നിങ്ങൾക്ക് കാണാം, വിട്ട അക്ഷരം എഴുതാം. നമ്മൾ ഉറപ്പ് തന്ന ഒരു ചോദ്യമാണ്. ഇന്നലെ പരിചയപ്പെടുത്തിയ വീഡിയോയിലെ പ്രധാന ഭാഗങ്ങൾ തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ഫോണിൻ്റെ ചിത്രം കാണാം. അവിടെ ഹ എന്ന് എഴുതി കൊടുത്താൽ മതി. വാലിൻ്റെ ചിത്രത്തിന് ദനബുൻ, ഹാത്തിഫുൻ, ദനബുൻ, ഫനസുൻ, അതുപോലെ തന്നെ വർദുൻ. 2-ാമത്തത് പദങ്ങൾ ചേർത്ത് എഴുതാം എന്നുള്ളതാണ്. സുന്ദൂക്കുൻ, അതുപോലെ തന്നെ ഗിൽമാനുൻ, ഷിംത്വാത്തുൻ. ഇത് ചേർത്തി എഴുതാനുള്ളതാണ്. ഇനി 3-ാമത് വന്നിരിക്കുന്നത് പദങ്ങളിലെ വിട്ട അക്ഷരം കുട്ടയിൽ നിന്നെടുത്ത് എഴുതാനാണ്. അതിൽ സറാഫത്തുൻ, ത്വബീബുൻ, സബ്ബൂറത്തുൻ, ദർബുൻ എന്നിങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി പദങ്ങളിലെ അക്ഷരം ഒറ്റയാക്കി എഴുതാം എന്നുള്ളതാണ്. മരീലൻ എന്നൊരു ചോദ്യം, ഇസ്ലാമുൻ എന്ന ചോദ്യവും. അവസാനം പകർത്തി എഴുതാം എന്നുള്ള 5-ാമത്തതിൽ ഊത്തീത്തും പിന്നെ ദബീൻ എന്നിങ്ങനെയാണ് ചോദ്യപേപ്പർ വന്നിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും നല്ല എളുപ്പമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്കൊക്കെ അല്ലാഹു തആല മുഴുവൻ മാർക്കും നൽകട്ടെ. കുട്ടികളൊക്കെ എന്താണ് പറയുന്നത്, എളുപ്പമുണ്ട് എന്ന് തന്നെയാണോ? ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് നമ്മുടെ ദുറൂസ് അറബി മലയാള പരീക്ഷയുടെ പ്രധാനപ്പെട്ട മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യും. ആരും കാണാൻ മറക്കരുത്. കുട്ടികൾക്ക് വളരെ പ്രയോജനമായിരിക്കും. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.